പുറത്തുനിന്ന് നല്ല ആവേശമൊക്കെ ഇടുന്നുണ്ട്, അകത്ത് പോയ എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. ഔഷധത്തിന്റെ വർക്ക് ഭയങ്കര രസമുണ്ട്, നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. അപ്പൊ വേറെ വൈപ്പ് ഉണ്ടാക്കി നടന്നത് അങ്ങനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ വേണം. നേരിട്ട് കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പക്ഷെ വീഡിയോയിൽ കണ്ടപ്പോഴേ നമുക്ക് എപ്പോഴും ബ്രെയ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെഡ്, അതുപോലെ ആ ഗോൾഡൻ, അങ്ങനെ കുറച്ചുകൂടി ഭയങ്കര. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മളുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേ നമ്മൾ കുഞ്ചൂസിന്റെ വെഡ്ഡിങ് ഡ്രസ്സ് നോക്കാൻ പോകുന്ന വ്ളോഗാണ് കേട്ടോ. ഇവരെയൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ എന്തായാലും ഞാനും കുഞ്ചൂസും ഒന്ന് പോവാന്ന് വിചാരിച്ചു. സൗണ്ട് ഉണ്ടാക്കല്ല, സ്കൂളൊക്കെ തുറക്കാനായി കഴിഞ്ഞു, ഗെയിം കളിയൊക്കെ കേട്ടോ ഗൈസ്. അപ്പൊ ഇവരെന്തായാലും നമ്മള് അപ്പൊ എന്തായാലും നമ്മൾ പോകുമ്പോ ഇവരെ സുൽത്താന്റെ വീട്ടിലാക്കാന്നാ വിചാരിച്ചത്. എന്നിട്ട് ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേ ഇപ്പം കഴിഞ്ഞ എൻഗേജ്മെന്റിന്റെ വീഡിയോയിൽ ഒന്നും ഒരുപാട് കമന്റ്സ് ആയിരുന്നു കേട്ടോ കുഞ്ചൂസിന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട്. അത് നേരിട്ട് കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പക്ഷെ വീഡിയോയിൽ കണ്ടപ്പോഴേ നമുക്ക് എപ്പോഴും ബ്രെയ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെഡ്, അതുപോലെ ആ ഗോൾഡൻ, അങ്ങനെ കുറച്ചുകൂടി ഭയങ്കര ഒരു എലഗന്റ് ആവുമ്പോഴാണല്ലോ നമ്മൾ ബ്രെയ്ഡിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എലഗൻസി ഇതാ ഈ ഒരു ഫോട്ടോ കേട്ടോ, ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അധികം പേർക്കോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് അവള് സത്യം അപ്പൊ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര സിമ്പിൾ ആയി പോയി, എന്താ ഇത്ര സിമ്പിൾ ആയി എന്നൊക്കെ കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവള് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അതായത് ഒരു സിമ്പിൾ ലുക്ക് മതി എന്നാണ് അവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഒരു ഗോൾഡൻ ബ്രൈഡിന്റെ ലുക്ക് വരാണ്ട് ഭയങ്കര എലഗന്റ് ആയിട്ട് അങ്ങനെ, അത് അവള് വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു എൻഗേജ്മെന്റിന് ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കല്യാണത്തിന് എന്തായാലും അവള് വിചാരിച്ചല്ല ബ്രെയ്ഡ് ലുക്ക് തന്നെയാണ്, നല്ലൊരു ഗോൾഡൻ റെഡ് ആണോ എന്ന് അറിയില്ല. നമ്മൾ ഏത് കളർ ഫിക്സ് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം ഞങ്ങൾ കുറച്ച് റെഡിമെയ്ഡ്സ് നോക്കാന്ന് വിചാരിച്ചു. റെഡിമെയ്ഡിൽ എങ്ങനെയാണ് വിചാരിച്ച പോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. ഇനി റെഡിമെയ്ഡ് തീരെ സെറ്റ് ആവുന്നില്ലെങ്കിൽ ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഷോപ്പുകളൊക്കെ അവള് ലിസ്റ്റിലിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിലിട്ട സ്ഥലത്ത് മുഴുവൻ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. പിന്നെ കല്യാണം വരുന്നത് സെപ്റ്റംബറിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ റെഡിമെയ്ഡ് കിട്ടില്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകുന്നത്. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് വീഡിയോയിൽ എന്റെ ഡ്രസ്സിന് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ ഡ്രസ്സ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്, കാരണം അത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ്. അപ്പം അത് നേരിട്ട് കാണാൻ അതിൻ്റെ തന്നെ ഭംഗിയുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ആ കളർ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവരും ഒരു പ്രത്യേകത തോന്നിയില്ല. ഞാൻ ഓൾറെഡി എപ്പോഴും ഒരുങ്ങുന്ന ഒരാളാണല്ലോ. അപ്പൊ എൻഗേജ്മെന്റിനായിട്ടൊന്നും സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങില്ല എന്ന് എല്ലാവർക്കും തോന്നി. അപ്പൊ അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എന്നാലും അത് ആ ഷെയ്ഡൊക്കെ നമുക്ക് കല്യാണത്തിന് തീർക്കണം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് സെറ്റ് ആവട്ടെ പോവാനുള്ള. നിങ്ങൾ രണ്ടുപേരും സുൽത്താന്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്തൊന്ന് ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആവട്ടെ. അപ്പോഴേ ഇപ്പൊ വന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ് വാഷ് കാണിച്ചു തരാനാണ് കേട്ടോ. എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏതാ നല്ല ഫേസ് വാഷ് എന്നുള്ളത്. ഞാൻ എപ്പോഴും കാണിച്ചു തരാറുണ്ട്. ഓരോ തരം സ്കിൻ ടൈപ്പിനും ഓരോ സ്കിൻ ഇഷ്യൂസിനും ഉള്ള ഫേസ് വാഷ് എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ. എല്ലാ പ്രോബ്ലംസിനും ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടൊരു ഫേസ് വാഷ് ഉണ്ടാവില്ല. അപ്പം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ സ്കിന്നിന്റെ പ്രോബ്ലം അനുസരിച്ചിട്ടൊക്കെ ഫേസ് വാഷ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ഓക്കെ, ഇത് എനിക്ക് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം പലരും എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ അക്നെ മാർക്സിനും അങ്ങനത്തെ ഡാർക്ക് സ്പോട്സിനും അതിനൊക്കെ ഉള്ള ഫേസ് വാഷ് ഏതാന്നുള്ളത് കേട്ടോ. അപ്പൊ ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും അത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം, അതുപോലെ ഒത്തിരി പതയൊന്നും ഇല്ലാതെ ഫോം ഫ്രീ ആയിട്ടുള്ള കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് എല്ലാവരും സ്കിൻ ടൈപ്പിനും നല്ലത്. അപ്പൊ സാധാരണ ഒരു ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനി അക്നെ മാർക്സിനുള്ള ഫേസ് വാഷ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ഫേസ് വാഷ് പരിചയപ്പെടുത്തിയത് ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ഡെർമാക്കോ തന്നെയാണ്. ഇത് ഡെർമാക്കോയുടെ 2% സാലിസിനാമൈഡ് ആന്റി അക്നെ ഫേസ് വാഷ് ആണ് കേട്ടോ. കുറച്ച് അക്നെ മാർക്സും പിമ്പിൾസിന്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം ഈ സാലിസിനാമൈഡിന്റെ ഫേസ് വാഷ് ആക്കി ഒന്ന് മാറ്റി. കാരണം മുന്നേക്ക് നമ്മൾ ഇതുപോലെ പിമ്പിളും അക്നയുടെ മാർക്സും അങ്ങനെ എന്തെങ്കിലും മുഖത്ത് പുള്ളിയും പാടൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യാ, ഈ ആര്യവേപ്പൊക്കെ അരച്ച് തേക്കൂലേ പണ്ടൊക്കെ. ആര്യവേപ്പ് എപ്പോഴും നമ്മളെ മാർക്സ് ഒക്കെ കളയാൻ നല്ല അടിപൊളിയാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ നീമിന്റെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് സ്കിന്നിനെ നന്നാക്കാനുള്ള ഒരു ടൈം ഒന്നും ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സാലിസിനാമൈഡ് ഫേസ് വാഷ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ മടങ്ങ് എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിനെ ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഇതെല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ്.
ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒരു ജെൽ ഫോർമുലയിലാണ് കേട്ടോ. ഇത് നമ്മള് സ്കിന്നിലുള്ള ഓയിൽസിനൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. കാരണം ഒരു സാലിസിലിക് ആസിഡും നിയാസിനമൈഡിന്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് സ്കിന്നിലത്തെ ഓയിലും അതുപോലെ ഡേർട്ടും ഇംപ്യൂരിറ്റീസ് ഒക്കെ നല്ല ആഴത്തിൽ പോയിട്ട് തന്നെ വൃത്തിയാക്കുന്നുണ്ട്. സ്കിന്ന് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അക്നെ മാർക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ ആര്യവേപ്പിന്റെ പാക്കിനേക്കാളൊക്കെ 3 times ഫാസ്റ്റർ നമ്മുടെ അക്നെ മാർക്സിനൊക്കെ റിഡക്ഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കാണ്ട് സ്കിന്നിന്റെ നല്ലൊരു ടെക്സ്ചറാണ് തരുന്നത് കേട്ടോ. ഒന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ആവുകയും ചെയ്തിട്ടുണ്ട്. നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അക്നെ മാർക്സും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ലാർജ് പോഴ്സിനെ റെഡ്യൂസ് ചെയ്യാനും ബ്രേക്ക് ഔട്ട്സും ബ്ലാക്ക് ഔട്ട്സിനും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമുക്ക് ഡെർമാക്കോയുടെ ആപ്പിലും വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ നെപ്സ് 2025 എന്നുള്ള നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ. എക്സ്ട്രാ 15% കൂടി ഓഫ് കിട്ടും കേട്ടോ. മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കിയത് പ്രോഡക്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി വേഗം ഒന്ന് ഒരുങ്ങട്ടെ. നെക്സ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് ഷൂട്ട് ചെയ്യണം. വേഗം ക്വിക്കായിട്ടൊന്ന് ഒരുങ്ങട്ടെ കേട്ടോ. ഈ വീഡിയോ എടുക്കലും ഒരുങ്ങലും കൂടി വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതിന് കുറച്ചുകൂടി ടൈം എടുക്കും. ഇന്നിപ്പോ രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ്. എന്താണ് സമയം 10-10:30 മണി കഴിഞ്ഞ് ഒരു 11 മണിക്ക് 11:30 ഇറങ്ങണമെങ്കിൽ ഇപ്പൊ ഒരുങ്ങി തുടങ്ങണം. ഞാൻ വേഗം ഒരുങ്ങട്ടെ കേട്ടോ. പോവാ നമ്മളുടെ ചെരുപ്പെടുത്തോ. അസുവിന് ഞങ്ങള് സുൽത്താന്റെ വീട്ടില് തട്ടിയിട്ടുണ്ട്. അവിടെ ഇറങ്ങാനുള്ള സമയം കിട്ടില്ല. കുഞ്ഞുമോൾ അവിടെ അപ്പത്തിന് വെയിറ്റ് ചെയ്തിരിക്കുക. തിരിച്ചു വരുമ്പോ നമുക്ക് സുൽത്താന്റെ വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ മങ്കട വീട്ടിൽ പോയിട്ട് കുഞ്ചൂസിനെ എടുത്തിട്ടാണ് കേട്ടോ ഷോപ്പിൽ പോകുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇക്കാന്റെ ഒരേ ഒരു സിസ്റ്ററാണ് മെഹർബാൻ എന്നാണ് പേര്, കുഞ്ചൂസ് എന്നാണ് വിളിക്കുക കേട്ടോ. ആദ്യം ഞങ്ങൾ പോകുന്നത് കോട്ടക്കലുള്ളൊരു ഷോപ്പിലാണ്. അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ച് കോട്ടക്കൽ ഏകദേശം ഏതൊരു കട അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. പോയി നോക്കി നോക്കട്ടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. നമ്മള് പുറത്തുനിന്ന് നല്ല ആവേശമൊക്കെ ഇടുന്നുണ്ട്, അകത്ത് പോയി എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനർ ബൊട്ടിക്കാണ് കേട്ടോ. ഇവിടെ ബ്രൈഡൽസിനുള്ള ഡിസൈനർ വെയേഴ്സും അതുപോലെ പാർട്ടി വെയേഴ്സും നല്ല ലെഹങ്കാസും എല്ലാത്തിൻ്റെയും നല്ല പ്രീമിയം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സസ് ഒക്കെ ഉള്ളത് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഏകദേശം കുറേ ഡ്രസ്സുകളൊക്കെ കുഞ്ചൂസിങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കി. എനിക്ക് അവിടുത്തെ പാർട്ടി വെയർ സെക്ഷൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇൻഷാല്ലാ പെരുന്നാളിന്, വലിയ പെരുന്നാളിന് നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചു കണ്ടു. ഉള്ളത് പറയാലോ, ഇത് ഭയങ്കര പണിയുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിനൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ചൂസ് ചെയ്യും? കാരണം ഈ വെഡിങ്ങിന് നമുക്ക് ഒരു ഡ്രസ്സല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇതാണെങ്കിൽ എല്ലാം ഭയങ്കര അടിപൊളി കളക്ഷൻസാണ്. കൺഫ്യൂസ്ഡ് ആയി പോവും. കഴിഞ്ഞിട്ടില്ല ഷോപ്പ് നല്ല രസമുണ്ട്. ഷോപ്പല്ല ഡ്രസ്സ് അഫോർഡബിൾ ആയിട്ടുള്ള സംഗതിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അവിടെ ഏകദേശമൊക്കെ ഒന്ന് നോക്കി. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോണത് തിരൂരുള്ള പേസ്റ്റൽസിലാണ് കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നൊരു തവണ പോയിട്ടുണ്ട് പേസ്റ്റൽസിൽ. ഇതൊക്കെ നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഏകദേശം എല്ലാ ഷോപ്പിലും എന്താണ് ഒരു അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾ കുറച്ച് ലിസ്റ്റൊക്കെ ഇട്ട് അവിടെ ഒന്ന് പോയി നോക്കാം, റെഡിമെയ്ഡ്സിൽ നമുക്ക് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, നമുക്ക് റെഡിമെയ്ഡ്സ് ഒന്നും സെറ്റ് ആവുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു 2-3 ഷോപ്പിൽ പോയി നോക്കാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആക്ച്വലി ഇവിടെ ഒന്നും ഇങ്ങനെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്യാമറയിലൊക്കെ ഈ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും വീഡിയോ എടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആ ഡ്രസ്സിൻ്റെ ഒരു വേർത്ത് അതിനകത്ത് കാണാൻ പറ്റില്ല. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഭംഗിയാണ്. പാവം ഉണ്ണിക്കുട്ടൻ പോസ്റ്റായി അവസാനം ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനിത് വ്ളോഗിൻ്റെ ഷൂട്ടായതുകൊണ്ടാണ് അവർ ഓക്കെ എന്നാൽ കുറച്ച് പീസുകൾ എടുത്തോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഹാൻഡ് വർക്ക് നല്ല കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ. ഫോണിലാകുമ്പോൾ അതിൻ്റെ കളറിന് കുറച്ച് മാറ്റം ഉണ്ടാവും. ഡിസൈൻ അത്ര തന്നെ നമുക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. പക്ഷെ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പം ഞാൻ അവളോട് പറയായിരുന്നു, ഒരു ബ്രൈഡിനെ സമ്മതിക്കണം, കാരണം ഇത് മതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അതിനൊന്ന് തിരഞ്ഞെടുക്കുക. എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി, എങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കും എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ ഇവിടെയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്താ ചെയ്യേണ്ടത്. വേസ്റ്റിൽ നിന്ന് ഒരുവിധം സെലക്ഷനൊക്കെ നോക്കി വന്നപ്പോൾ ഇവിടെ നല്ല അത്രയോടെയാണ് നെക്സ്റ്റ് ഒത്തോ
എനിക്കൊന്നും ഒത്തിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുള്ള ബോട്ടിൽസിലാണ്. ഓ അവൻ്റെ ആദ്യം ബില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളവിടെ ഡ്രസ്സ് തെരഞ്ഞു നിൽക്കുന്ന നോക്കി. കാണാൻ കുഞ്ഞു കുപ്പിയാണെങ്കിലും പൈസ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഏതാണ് നല്ല ഷോപ്പ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പേസ്റ്റലിൽ ഏകദേശമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി 30 ഏതൊക്കെയോ ലിസ്റ്റ് പറയും, ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോകും. ഇനി അടുത്തത് കാലിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് എസെൻഷ്യൽ നല്ല അടിപൊളി പെർഫ്യൂമുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ തിരൂർ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും. നല്ല അടിപൊളി പെർഫ്യൂമൊക്കെ മേടിച്ചു. ഇപ്പോൾ നെക്സ്റ്റ് കടയ്ക്ക് നിങ്ങൾ ലഞ്ച് ഇതാണോ? ഒന്നും തടഞ്ഞില്ല. അതെ എന്തിന്റെ പേര്? കേക്ക് പീസ് കൊടുത്തോളൂ. കടിച്ചിട്ട് മതി. ഞങ്ങൾ എന്റെ പേര്, ഞങ്ങൾ കോഴിക്കോടല്ലേ, ഞങ്ങൾ മലപ്പുറം പട്ടാമ്പി. ആ പിന്നെ മങ്കടൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിന് പേരിട്ടണോ ഈ സ്നാക്ക്? തുറക്കലല്ലേ, നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഇവരെ വൈഫ് ഉണ്ടാക്കിയതാണത്ര. അങ്ങനെ സൂപ്പറായിട്ട് കേട്ടോ. ഇതാണ് ആ സാധനം, അടിപൊളിയുണ്ട് തുറക്കലപ്പം. സമയം ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോട്ടക്കൽ തിരൂർ. നെക്സ്റ്റ് ഞങ്ങൾ ഡെസ്റ്റിനി ഉള്ളത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ഒരു പാരിതാൻ, അവിടെയാണ് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സൺഡേക്ക് ഇങ്ങനെ കട ക്ലോസ് ആവും. ഇവിടൊക്കെ ക്ലോസ് ആണല്ലോ ഗൈസ്. നമ്മളത് വന്നതേ ശ്രദ്ധിക്കണം, അടിയന്തരക്കായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ ഞങ്ങളൊരു 4 o'clock ഒക്കെ ആയപ്പോഴാണ് കാലിക്കറ്റ് എത്തിയത്. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി പരിപാടി എന്ന് വിചാരിച്ചിട്ടാ. അപ്പം നല്ല അടിപൊളി ഒരു കഫേ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുട്ടികളുടെ കൂടെയൊക്കെ പുറത്ത് വരുമ്പോഴുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് മെയിൻ ആണല്ലോ. ഒരുപാടൊന്നും കഴിക്കില്ല, പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കുറച്ച് കഴിക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കഫേയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. ഈ ഒരു ആൽഫ്രെഡോ പാസ്ത അടിപൊളിയായിരുന്നു. അതുപോലെ പീഡ്സ ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചിക്കൻ സ്റ്റീക്ക് ഓർഡർ ചെയ്തു. പിന്നെ ഡെസേർട്ടായിട്ടൊരു ബണ്ണിൻ്റെ ഉള്ളിലൊരു സംതിങ് ഒക്കെ ഉള്ളൊരു ഡെസേർട്ട് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഇനി ഞങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇനിയും എല്ലാവരുമായിട്ട് പോവാം. ഉമ്മയും നിഷി അങ്ങനെ എല്ലാവരുമായിട്ട് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഞങ്ങൾ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോയതല്ലേ. പിന്നെ അതുമല്ല, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനോ അതോ നമുക്ക് റെഡിമെയ്ഡ് എടുക്കാനോ എന്നുള്ളതിൽ തന്നെ കൺഫ്യൂഷനാണ്. ആരൊന്ന് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബറിലല്ലേ കല്യാണം, ഇപ്പം തന്നെ എന്തിനാ ഡ്രസ്സ് നോക്കുന്നതെന്ന്. അല്ലോ അത് ഇപ്പം തന്നെ നോക്കിയാലേ സെറ്റ് ആവുള്ളൂ. കാരണം അവളുടെ ഡ്രസ്സ് നോക്കിയിട്ട് അത് സെറ്റായിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാൻ. കാരണം ഇതെല്ലാം ഒരു തീമിലല്ലേ, കളർ തീമൊക്കെ ഉണ്ടാവുന്നതല്ലേ. അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ കാലിക്കറ്റ് പാരജാനിലും പോയി വന്നു കേട്ടോ. അവിടെ ഒന്നും വീഡിയോഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ചേരി വരെ എത്തി. അവിടെ ഞങ്ങൾ ചെറുതായിട്ട് വീണ്ടും ഒരു കോഫിയും പിന്നെ എന്തോ ഒരു സ്നാക്കൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് കുഞ്ചൂസിനെ വീട്ടിലിറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. സുൽത്താൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തിട്ട് വേണം നമുക്ക് പട്ടാമ്പി പോകാൻ. ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാലിക്കറ്റ് റൂട്ടിൽ എപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഭയങ്കര ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല രാത്രി ആയപ്പോഴത്തേന് എൻ്റെ ചാർജൊക്കെ ഏകദേശം ഡൗൺ ആയി. പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് കല്യാണത്തിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. എല്ലാം അതുപോലെ നടക്കട്ടെ, അത്ര തന്നെ. പിന്നെന്താ, ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി സുൽത്താൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.